അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അമ്മായിയമ്മയായിട്ടുള്ള ദേവ്യാനിയുടെ സ്നേഹമെല്ലാം നയന മനസ്സിലാക്കുകയാണ്. ദേവ്യാനി തൻ്റെ ഫ്രണ്ടായ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത്. ദേവ്യാനി തൻ്റെ ഫ്രണ്ടിനോട് നയനയെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കുകയാണ് നയന. ദേവ്യാനിക്ക് തന്നോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് നയന. അങ്ങനെ നയന വലിയൊരു തീരുമാനമെടുക്കുന്നുണ്ട്. നയന എടുക്കാൻ പോകുന്ന ആ ഒരു വലിയ തീരുമാനത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. അങ്ങനെ നയന അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും കാപ്പി എടുത്തു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നയന കിച്ചണിലേക്ക് വരുന്നത്. അങ്ങനെ നയന കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ദേവ്യാനി മാത്രമേ കിച്ചണിലുണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഉണ്ടായിരുന്നില്ല. ദേവ്യാനിയെ കണ്ട പാടത്തിന് നയന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മ അതിരാവിലെ തന്നെ എഴുന്നേറ്റോ? പാവം അമ്മ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ്. ചെറിയമ്മയും അപ്പച്ചിയും ഒന്നും എൻ്റെ അമ്മയെ ഒന്നും സഹായിക്കുന്ന പോലുമില്ല. ഞാനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലണോ? ഇനി ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ലേ? ഇനി അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. അമ്മയുടെ ഹെൽത്തൊക്കെ ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ദേവ്യാനി സഹായിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരുന്ന സമയത്താണ് ദേവ്യാനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിരിക്കുന്നത് ഞാനെ കാണുന്നത്. എന്നാൽ ഇത് കാണുന്ന സമയത്ത് ഞാനെ സ്റ്റക്കായി നിൽക്കുക മാത്രമല്ല, ഇത് കാണുന്ന സമയത്ത് ഞാനെനിക്ക് ചിരി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന മനസ്സിൽ പറയുന്നുണ്ട്, ഈ അമ്മയ്ക്ക് എന്തു പറ്റി ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയെ? എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ദേവ്യാനി ചിന്തിക്കുന്നുണ്ട്, ഇതെന്റെ മരുമകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ഇനി മുതൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇന്നലെ ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം അവൾക്ക് ഒത്തിരി ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ നിറഞ്ഞ മനസ്സോട് കൂടി ഭക്ഷണമെല്ലാം കഴിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് സന്തോഷമായെന്നോ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഷെടാ ഈ അമ്മയ്ക്ക് എന്തു പറ്റി? ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വയമേ ഇങ്ങനെ ചിരിക്കുന്നു. അങ്ങനെ ദേവ്യാനി ഓരോ കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് നയനെ അവിടെ നിൽക്കുന്ന കാര്യം ദേവ്യാനി കാണുന്നത്. എന്നാൽ നയനെ കാണുന്ന സമയത്ത് ദേവ്യാനി തൻ്റെ മുഖത്തുള്ള സന്തോഷഭാവമെല്ലാം മാറ്റി ആകെ ഗൗരവത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ദേവ്യാനിയെ കണ്ട പാടത്തിന് നയനെ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, അമ്മയ്ക്ക് ഇന്ന് വലിയ സന്തോഷമുണ്ടല്ലോ, ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റല്ലോ, എന്താ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ടാണോ? ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഈ അവസ്ഥയിൽ കിച്ചണിൽ കയറണ്ട എന്ന്. പിന്നെ ഞാൻ സന്തോഷിക്കുന്ന കാര്യമൊന്നും നീ നോക്കി നിൽക്കേണ്ട. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതല്ല അമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നത് പോലെ തോന്നി, അതുകൊണ്ട് അമ്മയുടെ സന്തോഷം കണ്ട് ചോദിച്ചതാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവ്യാനി പറയുകയാണ്, അതെ, ഒരാൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും പല കാരണങ്ങളും കാണും, അതെല്ലാം മറ്റുള്ളവരോട് പറയണമെന്നുണ്ടോ? എന്താ അമ്മയുടെ പ്രശ്നം? ഞാൻ ഇക്കാര്യം ചോദിച്ചതാണോ? എന്നാൽ ഞാൻ അക്കാര്യം ഇനി ചോദിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് കിച്ചണിൽ കയറരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ കിച്ചണിലേക്ക് വന്നത്? അതമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അതുകൊണ്ട് വന്നതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതെ, ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ളതല്ലേ, നീ ആ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് ദേവ്യാനി പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല അമ്മേ, എന്തായാലും ചായ ഉണ്ടാക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. ചായ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഓഫീസിലേക്ക് പോയാൽ മതിയല്ലോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, അതെ, മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസിപ്ലിൻ എല്ലാവർക്കും ബാധകമാണ്. അവിടെ സമയത്തിനും കാലത്തിനും ഒക്കെ ഓഫീസിലെത്തണം. അല്ലാതെ നമ്മുടെ ഓഫീസാണെന്ന് പറഞ്ഞിട്ട് തോന്നിയ സമയത്ത് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് നീ കണ്ടില്ലേ? ആദർശ് എത്ര കറക്റ്റ് ടൈമിലാണ് ഓഫീസിലെത്തുന്നത്. MDയുടെ ഭാര്യയാണെന്ന് കരുതി വൈകിട്ട് ഓഫീസിലെത്താൻ പറ്റില്ല എന്ന് ദേവ്യാനി പറയുന്നുണ്ട്. അതെ അമ്മേ, ഓഫീസിലേക്ക് പോകാനുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി വന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. കാപ്പി ഉണ്ടാക്കിയാലും എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഓഫീസിലെത്താൻ പറ്റും. അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട്, ഞാനെ പറഞ്ഞ കാര്യം തന്നെ നീ വീണ്ടും വീണ്ടും എന്നെ പറയിപ്പിക്കരുത്. നിങ്ങളാരും കിച്ചണിൽ കയറുന്നത് എനിക്കിഷ്ടമില്ല. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ആരും ഭക്ഷണം ഉണ്ടാക്കിയാലും എനിക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ, അപ്പോൾ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. അതൊരിക്കലും എനിക്കൊരു അധിക ജോലിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. നീ പോയിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും മോളെ എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. എന്നാൽ ദേവ്യാനിയുടെ പെട്ടെന്നുള്ള മോളെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാനൊക്കതിൽ നെട്ടലായിരിക്കും. എന്നിട്ട് അത്ഭുതത്തോടു കൂടി ഞാനെ നോക്കി നിൽക്കുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട്, അത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാ, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ, അത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ. അല്ല, ഞാൻ പെട്ടെന്ന് വിളിച്ചു പോയത് കൊണ്ട് എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് നീ കരുതേണ്ട എന്നൊക്കെ ദേവ്യാനി പറയുകയാണ്. ഇല്ല അമ്മേ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഞാനിങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നതെല്ലാം ദേവ്യാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഞാൻ. ഇപ്പോൾ അടുത്തിടെ നിനക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിന് പുറമെ നീ ഓഫീസിലേക്ക് പോകുന്നുമുണ്ട്. അവിടെ നിനക്ക് ഭാരപ്പെട്ട പണിയാണുള്ളത്. ഡിസൈൻ വരയ്ക്കുക എന്നത് ചെറിയ ജോലിയൊന്നുമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എനിക്ക് ജലജയ്ക്കും ജാനകിക്കും ഒന്നും ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ.
അതുകൊണ്ട് നീ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട എന്ന് ദേവ്യാനി പറയുന്നത് കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്ക്. എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നയന. ഏതായാലും ഒരു വിധത്തിൽ ദേവ്യാനി നയനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. നയന അവിടെ നിന്ന് ബെഡ്റൂമിൽ പോയി നോക്കുന്ന സമയത്ത് ആദർശ് എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ നയന ഓരോ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, നയനെ നീ രാവിലെ തന്നെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് പോയത്? എന്നാൽ ആദർശ് പറയുന്നൊന്നും നയന കേൾക്കുന്നേയില്ല. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആദർശ് വീണ്ടും വിളിക്കുന്നുണ്ട്. നയനെ ആദർശേട്ടൻ എന്നെ വിളിച്ചു എന്ന് നയന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ നീ കേട്ടില്ല ഇല്ലേ? ഞാൻ ചോദിച്ചത് നീ നേരത്തെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് പോയതെന്നാണ്. ആദർശേട്ടാ, ഞാൻ നേരത്തെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയതായിരുന്നു. അവിടെ വെച്ചൊരു അത്ഭുതം നടന്നു. അത്ഭുതമോ? എന്ത് അത്ഭുതം? കിച്ചണിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, അതെല്ലാം പറയാം. ആദർശേട്ടൻ ആദ്യം എവിടെ ഇരിക്കേ? ഞാൻ ഓഫീസിലേക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ചായ ഇടാമെന്ന് കരുതിയാണ് കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ പോയ സമയത്ത് അമ്മ കിച്ചണിലുണ്ട്. അമ്മ എല്ലാവർക്കുമുള്ള കാപ്പിയെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്ന സമയത്ത് അമ്മ എന്തൊക്കെയോ ആലോചിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് ഒറ്റയ്ക്ക് സംസാരിച്ച് ചിരിക്കുകയെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് നയനെ. ഞാനാണ് കരൾ കൊടുത്തതെന്ന കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊരു സംശയം നയനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നയനെ ഈ പറയുന്നത്? അമ്മ സത്യം അറിഞ്ഞാൽ അമ്മയുടെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ എന്തായാലും പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അമ്മ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതല്ലേ, അതുകൊണ്ട് വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട എന്ന് കരുതി കാണും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എനിക്കിന്ന് ഓഫീസിൽ അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ പോകണം. നീ എന്തായാലും എൻ്റെ കൂടെ തന്നെ വരാൻ നോക്ക് എന്നൊക്കെ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ദേവ്യാനി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ജലജയും ജാനകിയും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി ദേവ്യാനിയോട് പറയുന്നുണ്ട്, ദേവ്യാനി നീ മാത്രമാണ് ഇവിടെ ഭക്ഷണം വിളമ്പാനുള്ളത്, നീ വന്നിരിക്കേ. ആ സമയം ദേവ്യാനി പറയുന്നുണ്ട്, ഇന്ന് ഞാനാണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് തന്നെ വിളമ്പി കൊടുക്കണം. എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിയണം. ദേവ്യാനി കൂടാതെ വേറെയും ഉണ്ടല്ലോ 2 എണ്ണം. ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാനും കൂടി അവർ വരില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. എന്തായാലും അവനവന് ആവശ്യത വരുമ്പോൾ പഠിച്ചോളൂ. അത് കേട്ട് ജലജിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയില്ലാത്തപ്പോൾ ഞങ്ങളായിരുന്നില്ലേ ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി തന്നത്? അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. 8 മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങളെ കൊണ്ട് 11 മണിക്കാണ് കഴിപ്പിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അസുഖം കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, വസുന്ധരെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇവരൊക്കെ വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ നീ തന്നെയായിരുന്നു ഭക്ഷണമെല്ലാം വിളമ്പിയിരുന്നത്. ആ സമയത്ത് നീ ഇവരെ കിച്ചണിലേക്ക് കയറ്റാറ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അതൊക്കെ നല്ല സമയത്ത്. അന്ന് എത്ര ജോലിക്കാരുണ്ടായിരുന്നെങ്കിലും എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഞാൻ തന്നെ വെച്ച് വിളമ്പി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നാൽ ഇപ്പോൾ നയനമോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവർക്കെല്ലാം വലിയ മടിയാണ്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ മുതൽ ദേവ്യാനെ സഹായിക്കാൻ വേണ്ടി ജലജയും ജാനകി എന്തായാലും അടുക്കളയിൽ വരണം. മാത്രമല്ല അനാമികമോൾക്കും പാചകമൊന്നും അറിയില്ല. എല്ലാവരെയും കൂടെ നിന്ന് അനാമികമോളും പാചകം പഠിക്കണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ അച്ഛനും അമ്മയും എന്നെ കിച്ചണിൽ കയറ്റാറില്ല. എൻ്റെ വീട്ടിൽ ജോലികളെല്ലാം ചെയ്യാൻ സർവൻസ് ഉണ്ട്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എല്ലാത്തിനും സർവൻസിനെ ഇങ്ങനെ ആശ്രയിക്കുന്നത് നല്ല കാര്യമൊന്നുമല്ല. സ്വന്തം കാര്യങ്ങൾ കുറച്ചൊക്കെ സ്വയം ചെയ്ത് പഠിക്കണം. മാത്രമല്ല പണമുണ്ടെന്ന് കരുതി അത് ആവശ്യത്തിന് ചിലവഴിച്ചാൽ മതി, അനാവശ്യമായി പണം ചിലവഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട്, അതേ അമ്മേ, അനാമികയ്ക്ക് ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല. ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കിയെങ്കിലും ഒന്ന് പഠിച്ചൂടെ? ദേവ്യാനിയുടെ വാക്കുകൾ കേട്ട് ജാനകിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ മരുമകൾ ഇവിടെ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല. മാത്രമല്ല എൻ്റെ മരുമകൾക്ക് അടുക്കള ജോലി വശവുമില്ല. അതുകൊണ്ട് ആരും എൻ്റെ മരുമകളെ ഇങ്ങനെ കിച്ചണിലേക്ക് കയറ്റാൻ നോക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, അമ്മേ എന്ത് കാര്യത്തിന് അമ്മ ഇങ്ങനെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവളെങ്ങനെ എത്രയും മോശമാകുന്നത്? ഇവളൊന്ന് കിച്ചണിൽ കയറി എന്ന് കരുതി ഇവളുടെ കയ്യിലെ വളയൊന്നും ഊരി പോകില്ലല്ലോ. അതുമാത്രമല്ല അനാമികയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ, വെറുതെ ഫോൺ നോക്കിയിരിക്കുകയല്ലേ, അതുകൊണ്ട് അടുക്കള ജോലിയൊന്നും ചെയ്തു എന്ന് കരുതി ഒന്നും വരാനില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട്. അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, എടാ മോളെ നിനക്ക് ഇഷ്ടമില്ല എന്ന് കരുതി നീ വേണ്ടാത്തതൊന്നും പറയണ്ട. ഇവളെ ഈ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല എന്ന് അനി പറയുന്നുണ്ട്. വെറുതെ വഴക്കൊന്നും വേണ്ട, എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകാൻ നോക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഈ സമയം നയനയും ആദർശം ഭക്ഷണം കഴിക്കുന്നത് നോക്കി ദേവയാനി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അനാമിക നോക്കി നിൽക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കിളവിക്ക് എന്താ പെട്ടെന്ന് ഇവളോടുള്ള സ്നേഹം? അതേസമയം ജാനകി പറയുന്നുണ്ട്, മോൾ അതൊന്നും കാര്യമാക്കണ്ട, മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനാമികയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആദർശൻ നയനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട്. അങ്ങനെ ആദർശൻ ചോദിക്കുന്നുണ്ട്, നയനെ
നീ റെഡിയായോ? നമുക്ക് ഇറങ്ങിയാലോ? അതെ ആദർശേട്ടാ, ഞാൻ റെഡിയായി. ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദേവ്യാൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. നീ വേഗം പോയി വാ, ഓഫീസിലെത്തിയിട്ട് എനിക്ക് ഒരുപാട് ജോലികളുണ്ട് എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ നയന ദേവ്യാൻ്റെ റൂമിൽ പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ദേവ്യാനിയെ കാണുന്നില്ല. ആ സമയമാണ് ജയൻ അങ്ങോട്ട് വരുന്നത്. അച്ഛാ, ഞാൻ അമ്മയെ തിരക്കി വന്നതായിരുന്നു. അമ്മ എവിടെ? അമ്മ എവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ നയന ദേവ്യാൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് ദേവ്യാനി ഡോക്ടറോട് സംസാരിക്കുന്നതെല്ലാം നയന കേൾക്കുന്നത്. അങ്ങനെ ദേവ്യാനിയെ തേടി ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്താണ് ദേവ്യാനി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ദേവ്യാനി ഡോക്ടറോട് പറയുന്നുണ്ട്, അതി നീ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ മരുമകളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആരെയും ഇപ്പോൾ സ്നേഹിക്കുന്നില്ല. എൻ്റെ മരുമകളുടെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ ആകെ പകച്ചു നിൽക്കുകയാണ്. ശരിക്കും അമ്മ തന്നെയാണോ തന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്ത് ഞാൻ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. എന്തായാലും അമ്മ പറയുന്നത് മുഴുവൻ കേൾക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി നയനെക്കുറിച്ച് നിർത്താതെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അങ്ങനെ ദേവ്യാനി ഡോക്ടറോട് പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ നല്ല സുന്ദരിയാണ്. സമയം കിട്ടുമ്പോൾ നീ ഇങ്ങോട്ട് വാ, ഞാൻ എൻ്റെ മരുമകളെ പരിചയപ്പെടുത്താം. ദേവ്യാനിയുടെ വാക്കുകൾ കേട്ട് നയനയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അങ്ങനെ നയനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. നയന എന്ന് പറയുന്നത് ഞാൻ തന്നെയല്ലേ? അമ്മ എന്നെ സ്നേഹിച്ച് തുടങ്ങിയോ എന്നൊക്കെ ഓർത്ത് നയനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട്, ഇനി ഒരുപാട് സംസാരിക്കാനുള്ള നേരമൊന്നുമില്ല. എൻ്റെ മരുമകൾ ഓഫീസിൽ പോകാനുള്ള സമയമായി. ഞാൻ അവൾക്ക് ഭക്ഷണം റെഡിയാക്കി കൊടുക്കട്ടെ. അങ്ങനെ ദേവ്യാനി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്ന നയനയാണ് കാണുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നയന പൊട്ടി പൊട്ടി കരയുന്നതാണ് ദേവ്യാനി കാണുന്നത്. അങ്ങനെ നയന ഓടി വന്ന് ദേവ്യാനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നയനയുടെ മുന്നിൽ ദേവ്യാനിക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ദേവ്യാനി ഒന്നും പറയാനാക്കാതെ ആകെ സങ്കടപ്പെട്ട് നയനയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് നയനയെ കാണുന്നില്ലല്ലോ എന്നോർത്ത് ആദർശ് ദേവ്യാന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് ആദർശ് ആ കാഴ്ച കാണുന്നത്. ആ സമയത്ത് ജയനും അങ്ങോട്ട് വരുന്നുണ്ട്. ജയനെ ചേർത്ത് പിടിച്ച് കരയുന്ന ദേവ്യാനിയാണ് ജയനും ആദർശും കാണുന്നത്. ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ആദർശും ജയനും ഒത്തിരി അധികം സന്തോഷമാകുന്നുണ്ട്.